ഇതൊക്കെ ഉണ്ടായത് കഴിഞ്ഞ ഇലക്ഷൻ ഇതൊക്കെ ഉണ്ടായതല്ലേ. നിഷ വീട് കയറുന്നു, മറ്റേ ജോസ് കെ മാണി മകൻ വീട് കയറുന്നു, ജോസ് കെ മാണി കയറുന്നു, ഇപ്പുറത്ത് ഇപ്പോൾ ഷോണും കൂടെ വന്ന് കയറുന്നു. കയറിക്കോട്ടെ, ഒരു വിഷയമില്ല. ജനങ്ങളുടെ മനസ്സിൽ എന്ന കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പം തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ മനുഷ്യൻ മനസ്സിൽ തീരുമാനിച്ചിരിക്കും ആര് വോട്ട് ചെയ്യണം. പിന്നെ 1%, 1.5% വോട്ടാണ് ഈ ഷോകളുടെ മേളിലും വെള്ളത്തിൻ്റെ പേരിലും ഒക്കെ പോകുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി പറയാം, അടുത്ത തവണ UDF അധികാരത്തിൽ വരും, അത് ജനങ്ങൾക്കറിയാം. അപ്പം ഇവിടെ ഒരു പ്രതിപക്ഷത്തുള്ളൊരു MLA, ഇപ്പം ഞാനിരുന്ന പോലെ ഒരു MLA കൊണ്ടിരിക്കുന്ന കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കൂടി 6 കോടി രൂപ MLA ഫണ്ട് കിട്ടുന്നത്. എനിക്ക് പിന്നെ CPI-കാരുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നുണ്ട്. അവരുടെ വകുപ്പിൽ നിന്നുള്ള ഫ്ലഡിലെ കാര്യങ്ങൾ, നഷ്ടപരിഹാരങ്ങൾ, പിന്നെ ഈ പറഞ്ഞ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന്, മറ്റെല്ലാം അവരുടെ വകുപ്പുകളിൽ നിന്നെല്ലാം അത്യാവശ്യം കാര്യങ്ങളിവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറ്റേ CPM-ൻ്റെ ഒരു വകുപ്പിൽ നിന്നും ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ട്, നമ്മളൊരു പത്രം അടിച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും ഇവിടുത്തെ കർഷകൻ്റെ കാർഷിക വിളകൾക്ക് ന്യായവില ലഭിക്കാനാകും. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് മാർക്കറ്റിലിറങ്ങും, അവിടെ വരുമാനം ഉണ്ടാകും. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, വാഗമണ്ണിനെ ഇല്ലീഗൽ തുഞ്ചിറയായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൂറിസം മുഴുവൻ ഇങ്ങോട്ട് പോരും. അവിടെ പോയി എല്ലാവരും താമസിക്കുന്നില്ല. ഇവിടെയൊക്കെ എല്ലാവർക്കും ഹോം സ്റ്റേകൾ ഉണ്ടാക്കാം. 20 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നുണ്ട്. അത് വെച്ച് പണിത് അതിലേക്ക് കിടക്കാം. അതെനിക്കറിയത്തില്ല, അത് UDF തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഞാൻ നടപ്പാക്കും. അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരികയും മീനച്ചിലാറിലെ ചേറും ചെളിയും കോരി അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലെ ആസ്തിയിലുള്ള വീതിയിൽ ഡെപ്ത് കൂട്ടി 2 സൈഡും ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന പാലായിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങ് പനയ്ക്കപ്പാലം വരെ വെള്ളം നിൽക്കും. ഈ മണ്ണിനൊരു ഈ വെള്ളത്തെ താങ്ങാവുന്ന ഒരു പരിധിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട് വഴി നമ്മൾ പോകുന്നത് ഡ്രൈ ലാൻഡാണ്, പക്ഷേ എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പോൾ ആ മണ്ണിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം ചിലപ്പോൾ വെള്ളം താഴ്ന്നിരിക്കാം, പക്ഷേ പിന്നീട് വരുന്ന കാലത്ത് ആ വെള്ളം അങ്ങനെ തന്നെ അവിടെ നിൽക്കും. രാത്രി ബോട്ടിംഗ് ഉണ്ടാവും, അതിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. ആ സൗകര്യങ്ങൾ മുഴുവൻ നോക്കിയാൽ പാലായുടെ മുഖച്ഛായ തന്നെ മാറും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി 6ൻ്റെ 2 സൈഡും കെട്ടിയെടുത്ത് ഒരു വാക്ക് വേ ഉണ്ടാക്കി ലൈറ്റും ഇട്ട് അതിനകത്ത് ഇരിക്കാനുള്ള ബെഞ്ചസും സിമെൻറ്റ് ബെഞ്ചസും റെഡിയാക്കിയിട്ടാൽ ഒരു കളർഫുൾ സംഭവത്തില്ലേ.